വയ്യ മാത്താ മടുത്ത്. എനിക്ക് ജോലി എനിക്കിനി വയ്യ. മടുത്ത് മാത്താ. അത് യൂഷ്വലി ഉള്ളതല്ലേ അബി. എന്താ നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടാ? കേൾക്കുന്നതിന് പറ്റൊന്നുമില്ല. അയ്യോ എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ പണ്ടാരം. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്താ കൊണ്ടുവന്നെന്നാ? നീ കഴിച്ചോ? ബിരിയാണിയാണോ? നല്ല മോട്ടെ. നല്ല വേണം. പപ്പടം ഇല്ലേ മാത്ത? പപ്പടം ഇല്ല. നീ പപ്പടം ഇല്ലാതെ കഴിക്കേ? അതൊക്കെ ഞങ്ങളുടെ കൊല്ലത്തെ ബിരിയാണി. ഒരു കോഴിമുട്ട, അച്ചാറ്, സലാഡ്, പിന്നെ പപ്പടം ഇങ്ങനെ ഇളക്കി കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ എന്ത് ടേസ്റ്റ് ആണെന്നറിയാം. പക്ഷേ തെറ്റ് പറയരുത് കേട്ടോ, മാത്തന്റെ ബിരിയാണി അടിപൊളിയാട്ടോ. കഴിക്കേ. എന്റെ പൊന്നെ എന്താ ടേസ്റ്റ് ആണോ? മാറ്റം കഴിച്ചായിരുന്നാ? നീ കഴിക്കേ. ടേസ്റ്റാ മാത്തൻ ബിരിയാണി. പറഞ്ഞോ. നീ അവിടെ കോർപ്പറേറ്റില് ഓഫീസില് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളല്ലേ? അതുകൊണ്ട് എടാ അവിടെ ആവശ്യത്തിന് പയ്യന്മാരുള്ളതല്ലേ? ഉണ്ടല്ലോ. നീ അവിടെ ഒന്നും ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടാ നീ എന്നെ ചൂസ് ചെയ്തത്? എനിക്ക് ജോലി ചെയ്യാൻ വയ്യ മാത്ത. എടി ഞാനേ സീരിയസ് ആയിട്ടാ എന്നോട് ചോദിച്ചത്. എന്താ ഇപ്പൊ മാത്തനെ അറിയണ്ടുള്ള? ഞാൻ എന്തുകൊണ്ട് മാത്തനെ സെലക്ട് ചെയ്തു? മാത്താ ഫസ്റ്റ് ഓഫ് ഓൾ മാത്തൻ ഒരു ഷെഫാണ് അല്ലേ? ഈ ഷെഫ് എന്ന് പറയുമ്പോ അവരെന്ത് സ്നേഹത്തോടെ ആയിരിക്കും ആഹാരം വെച്ചുണ്ടാക്കി തരാ അല്ലേ? ഈ ബിരിയാണിയിൽ തന്നെ മാത്തന്റെ സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കും. അപ്പൊ ഈ കോർപ്പറേറ്റ് ഓഫീസില് ചെക്കന്മാർക്കൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല മാത്താ. എനിക്ക് മാത്തനെ ഇഷ്ടം, മാത്തന്റെ ബിരിയാണി ഇഷ്ടം, മാത്തനെ ഇഷ്ടം. പക്ഷെ മാത്താ പപ്പടം വെക്കാൻ മോശമായി പോട്ടോ. ഞാൻ അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ കൊല്ലംകാർക്ക് ഈ പപ്പടം ഇല്ലാണ്ട് ഇറങ്ങത്തില്ലേ? പറ്റൂല. മാത്തൻ ഇതാണ് വേറെ ഉള്ളവരും കൊണ്ട് കൊടുത്തിരുന്നെങ്കിലേ പപ്പടം ഇല്ലെങ്കിൽ ഒരു തലക വെച്ചിട്ട് അടിച്ചു തന്നെയായിരുന്നു. എന്നാലും മാത്ത നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നുണ്ട് ഇത്ര നല്ല ബിരിയാണി ഉണ്ടാക്കാൻ? സോറി മാത്ത, എനിക്ക് തിന്നാനേ അറിയൂ. മാത്തനറിയാലോ വഴക്കുണ്ടാക്കാൻ അവൾക്ക് നല്ല പോലെ അറിയാം. കോമഡിയാണോ? തിന്ന് തിന്ന്. വെള്ളം കിട്ടുമോ? ഞാൻ മേടിച്ചിട്ട് വെള്ളമൊന്നുമില്ലേ? ഞാനിത് മാത്രമല്ലേ എടുത്തുള്ളൂ. പോയിട്ടോ ജ്യൂസ് മേടിക്കണേ.